എഗൺ നമ്മൾ എക്സാമിന് ഹിന്ദി എക്സാമിന് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റേഴ്സിൽ നിന്ന് 8 മാർക്കിനൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ഒരുപാട് പഠിച്ചിട്ടുണ്ട്. പക്ഷേ ചാപ്റ്ററിൽ നിന്നല്ലാതെ നമുക്ക് 8 മാർക്കിന് ചോദിക്കുന്ന ചില ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതും നമ്മൾ 4 ക്വസ്റ്റ്യൻസ്. ഇത് നിങ്ങൾ തീർച്ചയായും പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾക്ക് എക്സാമിന് വരുന്ന ഷുവർ ക്വസ്റ്റ്യനുമാണ്. അപ്പോൾ എപ്പോഴും ഇതേ ചോദ്യമല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്, പക്ഷേ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്തായാലും എക്സാമിന് ഉണ്ടാകും എന്ന കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നോക്കൂ, ഗണ്ട് ക ഹിന്ദി മേ അനുവാദ് കരെ തന്നിട്ടുള്ള പാരഗ്രാഫിനെ ഹിന്ദിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹിന്ദി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ അവർ കൺട്രി. ഇറ്റ് ഈസ് അവർ നാഷണൽ ലാംഗ്വേജ്. ഹിന്ദി ഈസ് ലൈഫ് ഫോർ us because it is that language by which we can express our feelings. It is a very easy language which can be spoken by everyone. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് വേണം? ട്രാൻസ്ലേറ്റ് ചെയ്ത് ഹിന്ദിയിലേക്ക് ആക്കണം. ഇതിന് നമുക്ക് വേണ്ട കുറച്ച് വേർഡ്സൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇതുപോലെ മറ്റൊരു പാരഗ്രാഫ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. അതിലെ പ്രധാനപ്പെട്ട ചില വാക്കുകൾ നമുക്ക് ഹിന്ദിയിൽ നൽകിയിട്ടുമുണ്ടാകും. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് എഴുതാം. നോക്കൂ, ഹിന്ദി ദേശ് കെ ലിയേ അത്യന്ത് മഹത്വപൂർണ്ണ ഹെ എന്ന് വെച്ചാൽ ഹിന്ദി നമ്മുടെ രാജ്യത്തിന് ആവശ്യമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യേ ഹമാരി രാഷ്ട്രഭാഷ ഹെ, ഇത് നമ്മുടെ നാഷണൽ ലാംഗ്വേജ് ആണ്. ഇസ്കെ ദ്വാരാ ഹം അപ്നെ വിചാരോ കോ, അപ്പോൾ ഈ ലാംഗ്വേജിലൂടെ നമുക്ക് അറിയാം ഓരോ സംസ്ഥാനങ്ങളിലും പല സംസ്ഥാനങ്ങളിലും പല ഭാഷയാണ്. അപ്പോൾ ഹിന്ദി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏകതയുടെ ഭാഷ എന്നാണ് പറയുന്നത്. അപ്നെ വിചാരോ കോ അഭിവ്യക്ത് കർ സക്തേ ഹെ, ഇസ്ലിയേ യേ ഹമാരി ജീവൻ ഹി ഹെ, അതുകൊണ്ട് തന്നെ ഹിന്ദി നമ്മുടെ ജീവനാണ് എന്ന് പറയാം. യേ ബഹുത് അച്ചി ഓർ ആസാൻ ഭാഷ ഹെ, ഇത് വളരെ രസകരമായതും എളുപ്പത്തിൽ പഠിക്കാവുന്നതുമായ ഭാഷയാണ്. ജിസ്കാ സബീ ലോഗ് ആസാനി സെ പ്രयोग കർ സക്തേ ഹെ, അല്ലേ, അത് എല്ലാവർക്കും വളരെ പ്രാവർത്തികമാക്കാൻ പറ്റുന്ന, ഈസി ആയി തന്നെ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ആണ് ഹിന്ദി എന്നാണ് പറയുന്നത്. ഇനി അപ്പോൾ നമ്മൾ ആ ഒരു പാരഗ്രാഫ് ട്രാൻസ്ലേറ്റ് ചെയ്ത് എഴുതിയാൽ 8 മാർക്കാണ്. ചിലപ്പോൾ 6 മാർക്കിനും ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജീവൻ വൃത്താണ്. ജീവൻ വൃത്ത് നിങ്ങൾ +1 ചെയ്തിട്ടുണ്ട്. ജീവൻ വൃത്ത് നമുക്കിവിടെ കുവർ നാരായണൻ അദ്ദേഹത്തിൻ്റെ ജനനം നൽകിയിട്ടുണ്ട്, പ്രമുഖ രചന നൽകിയിട്ടുണ്ട്, പുരസ്കാരവും നൽകിയിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഈ പ്രൊഫൈലിനെ നമ്മളൊരു പാരഗ്രാഫാക്കി എഴുതണം. എങ്ങനെയാണ് എഴുതാൻ നോക്കൂ. കുവർ നാരായണൻ हिंदी के विख्यात समकालीन कवि है. उनका जन्म 1927 में उत्तर प्रदेश के फौजाबाद में हुआ. 1927 में उत्तर प्रदेश के फौजाबाद में हुआ. हिंदी साहित्य जगत के नई कविता आंदोलन के सशक्त हस्ताक्षर है श्री कुंवर नारायणन. നോക്കൂ, ഹിന്ദി സാഹിത്യ ലോകത്തെ സശക്തമായിട്ടുള്ള ഒരു ഹസ്താക്ഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? കയ്യൊപ്പ് ചാർത്തിയ ഒരാളാണ് കുവർ നാരായണൻ. ചക്രവ്യൂഹ് അപ്നെ സാമനെ कोई दूसरा नहीं ആദി ഉൻകി പ്രമുഖ രചനായേ ഹേ. ഇവിടെ സെന്റൻസ് ആക്കിയിട്ടുള്ള പല ഡീറ്റെയിൽസും ഇവിടെ നമുക്ക് നൽകിയിട്ടുണ്ട്. പേര് നൽകിയിട്ടുണ്ട്, കവിയുടെ നമുക്കിവിടെ സാഹിത്യകാരൻ്റെ പേര് നൽകിയിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് ജനനം നൽകിയിരിക്കുന്നു, പ്രമുഖ രചനകളും നൽകിയിരിക്കുന്നു. ഈ തന്നിട്ടുള്ള പിന്നെ ജ്ഞാനപീഠ പുരസ്കാരം പ്രാപ്തമാക്കിയ പുരസ്കാരവും നൽകിയിട്ടുണ്ട്. ഈ അറിയുന്ന ഇവിടെ നൽകിയിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പോയിന്റ്സ് ആക്കി എഴുതിയാൽ പോലും നിങ്ങൾക്ക് പകുതി മാർക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് ഒരിക്കലും ഒഴിവാക്കരുത്. कविता के अलावा कहानी, समीक्षा, सिनेमा आदि क्षेत्रों में भी उन्होंने अपनी प्रतिभा दिखाई है. അപ്പോൾ കവിതയിൽ മാത്രമല്ല, അത് കൂടാതെ കഹാനിയിലാകട്ടെ, സമീക്ഷ നിരൂപണമാകട്ടെ, സിനിമ മുതലായ പല മേഖലകളിലും അദ്ദേഹം കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ദേശ് കെ സർവോच्च സാഹിത്യ പുരസ്കാർ ജ്ഞാനപീഠ 2005 में वे सम्मानित हुए. 2005 അദ്ദേഹം ജ്ഞാനപീഠ പുരസ്കാരവും അദ്ദേഹത്തിന് സമ്മാനിച്ചു. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മളെ ഏറ്റവും കൂളാക്കുന്ന ഒരു ചോദ്യം അല്ലേ? എന്താണ് നോക്കൂ. വിജ്ഞാപൻ തയ്യാർ കരെ നയി മോഡൽ കാ സ്കൂട്ടർ ബസാർ മേ ആയാ ഹെ. നമ്മുടെ മാർക്കറ്റിലേക്ക് ഒരു പുതിയൊരു പ്രോഡക്റ്റ് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇതിനെ
ബിക്രി ബഠാനെ കെ ലിയെ, അപ്പോൾ ഇതിൻ്റെ മാർക്കറ്റിങ്ങിനായിട്ട് ഉചിത് വിജ്ഞാപൻ തയ്യാർ കരെ, അതിനു വേണ്ടി എന്ത് വേണം? ഒരു നല്ല ഒരു പരസ്യം തയ്യാറാക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു പ്രോഡക്റ്റിനെ പറ്റി ഒന്ന് നമുക്കത് കാണേണ്ടി വരും അല്ലേ, പിന്നെ അതിൻ്റെ വില അറിയണം, പിന്നെ അതിൻ്റെ പല വർണ്ണങ്ങളിലുണ്ടോയെന്ന് അറിയാനൊക്കെ നമുക്ക് ആകാംക്ഷയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരുന്നത് ഏത് വിധത്തിലുള്ളൊരു പ്രോഡക്റ്റ് ആയിരിക്കാം. ഒരു പക്ഷേ പുതിയൊരു ബുക്ക് ഇറങ്ങുന്നു എന്ന് പറഞ്ഞിട്ടായിരിക്കാം, അതല്ലെങ്കിൽ പുതിയൊരു എണ്ണ അല്ലേ, ഇനി അതല്ലെങ്കിൽ വേദനയ്ക്കുള്ള എന്തെങ്കിലും ഒരു മരുന്നോ, അങ്ങനെ പല എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ ആ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എന്താണോ അത് നമ്മൾ ഇവിടെ എഴുതുന്നു. പക്ഷെ കോമൺ ആയിട്ട് നമ്മൾ പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന് നമുക്കതിൻ്റെ പ്രൈസ് എന്താണ് എന്ന് നമുക്കിവിടെ സൂചിപ്പിക്കണം നമ്മുടെ വിജ്ഞാപനിൽ. പിന്നെ ഒന്ന് ആ പ്രൊഡക്റ്റിനെ നമ്മൾ എടുത്ത് പറയണം. നയി സ്കൂട്ടർ നയി ശുരുവാത്ത്, കണ്ടോ, പുതിയൊരു സ്കൂട്ടർ പുതിയൊരു തുടക്കത്തിനായി, ഇങ്ങനെ എന്തെങ്കിലും കാച്ചി ആയിട്ടുള്ളൊരു ഒരു ഹെഡിങ് കൊടുക്കാം. പിന്നെ പ്രഥമ 100 ബുക്കിംഗ് കെ ലിയെ 1 സാൽ കാ ഇൻഷുറൻസ് മുഫ്ത്, ഇതുപോലെ എന്തെങ്കിലും ഒന്ന് അവരെ അല്ലെ 1 കെ സാത്ത് 1 മുഫ്ത് അങ്ങനെ കൊടുക്കാം. ഇപ്പോൾ ചെറിയൊരു പ്രോഡക്റ്റ് ആണെങ്കിൽ 100 രൂപ 200 രൂപ ഒക്കെ വരുന്ന ഒരു ഷാമ്പുവോ ഒരു എണ്ണയോ ഒക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം 1 കെ സാത്ത് 1 മുഫ്ത് ലീജിയെ എന്നൊക്കെ. ആകർഷക രംഗോമേ അല്ലെ, ആകർഷക രംഗം എന്ന് പറഞ്ഞാൽ എന്താ? ആകർഷിക്കുന്ന നിറങ്ങളിൽ, കം ദാം കുറഞ്ഞ വിലയിൽ, ഫായ്ദ അല്ല ജ്യാദ മൈലേജ്, ഒക്കെ കൂടുതൽ മൈലേജും കിട്ടുന്ന, പിന്നെ സമ്പർക്ക് കരെ കോണ്ടാക്ട് നമ്പർ. അപ്പം നിർബന്ധമായിട്ടും നിങ്ങൾ എന്ത് വെക്കണം? കോണ്ടാക്റ്റ് വെക്കണം, പ്രൈസ് വെക്കണം, പിന്നെ എന്താണോ പ്രൊഡക്റ്റ് എന്നത് അതുകൂടി അത് നിങ്ങൾ ആദ്യം പറയണം. പിന്നെ അതിൻ്റെ പ്രൈസ് ഉണ്ടായിരിക്കണം, കോണ്ടാക്ട് നമ്പർ ഉണ്ടായിരിക്കണം, പിന്നെ അതിൻ്റെ ഗുണമേന്മ എടുത്ത് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ തന്നെ നൽകുന്നുണ്ട് കണ്ടോ. ആകർഷക രംഗ്, നയാ മോഡൽ, കം ദാം, മൈലേജ് ജ്യാദ, ഇത് ഇത്രയും പോയിന്റ്സ് നമുക്ക് ഈ ചോദ്യത്തിനോടൊപ്പം ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വിട്ടു പോകാതെ അവിടെ ആഡ് ചെയ്യുക. ഇതുപോലെ തന്നെ മറ്റേത് പ്രൊഡക്റ്റിനെ കുറിച്ചാണെങ്കിലും പോയിന്റ്സ് നൽകും. അപ്പോൾ അതെങ്കിലും നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക. വളരെ ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന 8 മാർക്കാണ്. അതൊരിക്കലും നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് മക്കളെ. ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് അധികവും നമ്മുടെ ചാപ്റ്ററുമായി കണക്റ്റഡ് ആയിട്ടാണ് വരാറ്. ചാപ്റ്ററിൽ കൈ വർഷവും പെഹലെ ഹംനെ നിയതി മേരെ ഭാരതവാസിയോം എന്ന പാഠഭാഗത്തിലേതാണ്. नियति की मिलने का एक वचन दिया था और अब समय आ गया है कि वह अपने वचन को निभाए, पूरी तरह न सही अले लेकिन बहुत हद तक आज रात 12 बजे सारी दुनिया सो रही होगी, ഭാരത് ജീവൻ ഓർ സ്വതന്ത്രത की नई सुबह के साथ उठेगा. ഇത് നമ്മുടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ അല്ലെ, നമുക്ക് ഭാരതം സ്വതന്ത്രമായതിനു ശേഷമുള്ള ആദ്യത്തെ സ്പീച്ചാണ്. അപ്പോൾ അദ്ദേഹം പറയാണ്, നമ്മൾ പണ്ട് വിധിയോട് ഒരു വാക്ക് പറഞ്ഞിരുന്നു, ഇങ്ങനെ ഒരു സമയം വന്നാൽ അല്ലെ നമ്മൾ കുറേ കാര്യങ്ങൾ പൂർത്തീകരിക്കുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ അതിനൊക്കെയുള്ള സമയമായിരിക്കുകയാണ്. ഭാരതം ഇപ്പോൾ പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ ഉറങ്ങുന്ന ഈ വേളയിൽ ആണ്. അപ്പോൾ ഏക് ഏസാ ക്ഷൺ ജോ ഇതിഹാസ് മേ ബഹുത് ഹി കം ആതാ ഹെ, ചരിത്രത്തിൽ പോലും വളരെ കുറച്ച് മാത്രം രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു നിമിഷമാണ് ഇത്. ജബ് ഹം പുരാനെ കോ ചോഡ് നയേ കി തരഫ് ജാത്തേ ഹെ, നമ്മൾ പഴയതിനെയൊക്കെ വിട്ടിട്ട് പുതിയതിലേക്ക് മാറുകയാണ്. ജബ് ഏക് യുഗ് കാ അന്ത് ഹോത്താ ഹെ, ഒരു യുഗത്തിൻ്റെ അന്ത്യം സംഭവിക്കുമ്പോൾ. ജബ് വർഷോ സെ ശോഭിത് ഏക് ദേശ് കി ആത്മാ അപ്നി ബാത് കഹ സക്തി ഹെ, അപ്പോൾ വർഷങ്ങൾ ശോഷിച്ചിരുന്ന ഒരു ദേശം അതിൻ്റെ ആത്മാവ് ബാത് കഹ സക്തി ഹെ, ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറയും. ये एक संयोग है कि एक पवित्र मौके पर हम ഇങ്ങനെ ഒരു പവിത്രമായ സാഹചര്യത്തിൽ അവസരത്തിൽ, മൗക്ക എന്ന് പറഞ്ഞ അവസരത്തിൽ ഹം സമർപ്പൺ के साथ खुद की भारत और उसकी जनता की സേവ, നമ്മൾ ഓരോരുത്തരും സ്വയം എന്ത് ചെയ്യണം? ഭാരതത്തിൻ്റെ വേണ്ടി നമ്മൾ സേവനം അനുഷ്ഠിക്കാൻ, उसकी जनता की सेवा और उससे भी बढ़कर सारी मानवता की सेवा करने के लिए
പ്രതിജ്ഞാബദ്ധ ഹെ എന്നാണ് അദ്ദേഹം എന്താ പറയുന്നത്? നമ്മൾ ഓരോരുത്തരും ഭാരതത്തിന് വേണ്ടിയിട്ടും ഭാരതവാസികൾക്ക് വേണ്ടിയിട്ടും പിന്നെ അത് കൂടാതെ നമ്മൾ ഈ ലോകത്തുള്ള ഓരോ ജനങ്ങൾക്ക് വേണ്ടിയും നമ്മൾ സേവനം അനുഷ്ഠിക്കാൻ നമ്മൾ ഓരോരുത്തരും എന്താണ് അതിന് കടമപ്പെട്ടവരാണ് എന്നാണ് അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഒരു പാരഗ്രാഫ് നൽകിയിട്ട് 2 ചോദ്യമാണ് വന്നിരിക്കുന്നത്. ഭാരത്വാസി കോൺസി പ്രതിജ്ഞ ലേ രഹേ, ഭാരതവാസി എന്ത് പ്രതിജ്ഞയാണ് എടുക്കേണ്ടത്? ഗദ്യാംശ കാ സംക്ഷേപൺ കരേ ഓർ ശീർഷക് ദേ. സംക്ഷേപൺ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥമൊന്നും നഷ്ടപ്പെടാതെ അതിനെ എന്ത് ചെയ്യണം? അതിനെ ചുരുക്കി എഴുതണം. ഈ ഒരു പാരഗ്രാഫിലുള്ള എന്താണോ നമുക്ക് തരാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു മെസ്സേജ് അത് നഷ്ടപ്പെടാതെ ഇതിനെ എന്ത് ചെയ്യണം? ആശയത്തോടു കൂടി അതിനെ ഒന്ന് ചുരുക്കി എഴുതുക, 3-1 സംഗ്രഹിച്ച് എഴുതുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? भारतवासी जनता की सेवा और उससे भी बढ़कर सारी मानवता की सेवा करने के लिए प्रतिज्ञा ले रहे हैं. ഒരു ഭാരതവാസി എന്താണ് പ്രതിജ്ഞ ചെയ്യേണ്ടത് എന്നാണ് ഈ ഭാഷണിൽ പറയുന്നത്. ജനതാ കി സേവ ഓർ ഉസ്സേ ബി ബഡ്കർ, ജനങ്ങളുടെ സേവനം അതിനേക്കാൾ മുകളിൽ, സാരി മാനവത, എല്ലാ മനുഷ്യരെയും സേവിക്കുക എന്നുള്ള പ്രതിജ്ഞയാണ് എടുക്കേണ്ടത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞു സംക്ഷേപണാണ് ഈ തന്നിട്ടുള്ള പാരഗ്രാഫിന്റെ. कई वर्षों के बाद आज भारत स्वतंत्र की धन्य वेला तक पहुंची है. वर्षों से शोषित जनता अपने लक्ष्य तक पहुंच गई है. इस पवित्र अवसर पर हम देश की सेवा करके लिए प्रतिज्ञा ले रहे हैं. ഈ അവസരത്തിൽ നമ്മൾ എന്ത് പ്രതിജ്ഞ ചെയ്യുന്നു? നമ്മൾ ദേശത്തിന് സേവനം അനുഷ്ഠിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് പഠിക്കാവുന്ന, മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടുമ്പോൾ ഇതിന് എങ്ങനെ ആൻസർ ചെയ്യണം എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായല്ലോ. ജീവൻ വൃത്ത് നിങ്ങൾക്ക് എങ്ങനെ എഴുതണം, എങ്ങനെയാണ് ഒരു വിജ്ഞാപനം തയ്യാറാക്കേണ്ടത്, പിന്നെ അനുവാദ് നിങ്ങൾക്ക് അല്പം വേർഡ്സ് ഒക്കെ നൽകിയിട്ടുണ്ടാകും. ആദ്യം നിങ്ങൾ തന്നിട്ടുള്ള പാരഗ്രാഫ് വായിക്കുക, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക, എന്നിട്ട് നിങ്ങൾ സ്വയം അതിനെ ഒന്ന് ഹിന്ദിയിൽ പറഞ്ഞു നോക്കുക, എന്നിട്ട് നിങ്ങൾ എഴുതുക. പിന്നെ അതിനുശേഷം നമുക്ക് വരുന്നതാണ് സംക്ഷേപൺ. അത് മിക്കവാറും നിങ്ങൾ പഠിച്ചിട്ടുള്ള പാഠഭാഗത്ത് നിന്ന് തന്നെ ആയിരിക്കും. ചിലപ്പോഴൊക്കെ അതല്ലാതെയുള്ള പാരഗ്രാഫുകളും തന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ തരുമ്പോൾ അത് നന്നായി വായിച്ചുകൊണ്ട് അതിനെ ഒന്നും കൂടി ഷോർട്ടാക്കിയിട്ട് നന്നായി ഷോർട്ടാക്കുക. പക്ഷെ അതിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ആ ആശയം എന്താണോ അതെന്തായാലും നമ്മുടെ പാരഗ്രാഫിൽ ഉണ്ടായിരിക്കണം, സംഗ്രഹിച്ച് എഴുതുമ്പോൾ ഉണ്ടായിരിക്കണം എന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു 4 ക്വസ്റ്റ്യൻസ് നിങ്ങൾ എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് അറ്റൻഡ് ചെയ്താലും മക്കളെ 30 മാർക്കിനാണ് ഈ ഒരു ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഏകദേശം നിങ്ങൾക്ക് വേണ്ട അല്ലേ വലിയൊരു മാർക്ക് തന്നെയാണ് 30 മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നിസ്സാരമായി കാണരുത്, നന്നായിട്ട് പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് നമുക്ക് ലൈവിൽ കാണാം.